ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മളെ ഇന്നത്തെ വീഡിയോ കുറച്ച് മീഷോ ഫൈൻസ് ആണ് കേട്ടോ. മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ന്യൂ ബോൺ ബേബീസിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അഫോർഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റായിട്ട് കാണാം. എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 50% എങ്കിലും ഓഫറിൽ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും റേറ്റ് കുറവായിരുന്നു കേട്ടോ. എന്നാൽ ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു കുറവുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് നോവലിൻ്റെ ബേബി വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 72 വൈപ്സാണ് ഒരു ബോക്സിൽ വരുന്നത്. അങ്ങനെ 3 ബോക്സാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് 216 വൈപ്സാണ് ടോട്ടൽ വരുന്നത്. ഇത് ഒരു ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തന്നെ 145 രൂപയാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത്. അതിൽ റേറ്റ് ഉണ്ട്, ബാക്കിൽ 145 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നമ്മൾ ഹിമാലയയുടെയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും 75 റുപ്പീസ് എന്തോ ആണ് ഒരു ബോക്സിന്. അപ്പോൾ ഇതിന് 145 രൂപയാണ്. നല്ല ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി, നല്ല സ്മെല്ലും ഒക്കെയുള്ള അടിപൊളി വൈപ്സാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 3 കൂടെ വെറും 169 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 3 സെറ്റും കൂടെയാണ് 169 രൂപയ്ക്ക് വന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് തന്നെ 145 രൂപയാണ്. പക്ഷേ ഇതിന് ഒരു ക്വാളിറ്റിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല സ്മെല്ലാണ്, അങ്ങനെ ഓവറായിട്ടുള്ള സ്മെല്ലും അല്ല. പിന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് അങ്ങനെ ഒരു ലിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല. ഹിമാലയൊക്കെ വന്ന സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നല്ല വെറുത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വൈപ്സ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നീളവും വീതിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് തന്നെ അത്യാവശ്യം നല്ല നീളവും വീതിയും, പെട്ടെന്ന് അങ്ങനെ കീറി പോകുന്നുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ തുടയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കീറിപ്പോകും. പക്ഷേ ഇതങ്ങനെ പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുട്ടികളായിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരെണ്ണം ബാഗിൽ വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊരെണ്ണം ഞാനിപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മറ്റേത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 169 രൂപ ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വരുമായിരുന്നു. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. നമ്മൾ റീഫണ്ട് റിട്ടേൺ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇനി ഇത് അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വാഷബിൾ ക്ലോത്ത് ഡയപ്പറാണ് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ളത്. 2 എണ്ണം വരുന്ന കോംബോ ആയിട്ടുള്ള പാക്കായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് 154 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതും ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ബട്ടണൊക്കെ വെച്ചിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള പാഡും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ചില കോംബോ നോക്കിയപ്പോൾ അതിൽ പാഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. ഫോട്ടോയിൽ പാഡ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ആ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രൊഡക്റ്റ് ഹൈലൈറ്റ്സ് ഇല്ലേ, അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് പാഡും കൂടെ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ ഒരെണ്ണമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. ആ യെല്ലോ പൊട്ടിച്ചിട്ടില്ല. ഇത് വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ആദ്യത്തേത് പൊട്ടിച്ച് യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് സാധാരണ ഡൈപ്പറൊക്കെ വാങ്ങിക്കാനായിട്ടും അതിൻ്റെ റേറ്റും, പിന്നെ കുഞ്ഞുകുട്ടിയല്ലേ, അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ സാധാരണ ഡൈപ്പർ യൂസ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബട്ടൺ അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് സൈസാണ് വേണ്ടതെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെറുതാക്കിയ അല്ലെങ്കിൽ വലുതാക്കിയ ആ ഒരു ബട്ടൻ്റെ അളവ് വരെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത കളർ ഇതല്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഡാർക്ക് കളറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയത് ഈ കളറാണ്. പെട്ടെന്ന് ആൾക്കാരും അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഡാർക്ക് കളർ ഓർഡർ ചെയ്തത്. പക്ഷേ വന്നതിതാണ്. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു കോട്ടിങ് കാരണമാണ് ലീക്കേജ് കുറയ്ക്കണം കേട്ടോ. ലീക്കേജ് നമ്മൾ സാധാരണ ആ ഒരു ഡൈപ്പറിൻ്റെ അത്രയും നമുക്ക് ഇതിൽ കിട്ടില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം അവേഴ്സൊക്കെ ഇത് നിൽക്കും. അതാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പഫില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സാണ്. ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെറും 40 രൂപയ്ക്കാണ്.
40 രൂപയിൽ കൂടുതൽ എന്തോ ആണ് കടയിലൊക്കെ കേട്ടോ, 70 എന്തോ ആണ് കടയിലൊക്കെ. ഇത് ഞാൻ ചുമ്മാ കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഇതിന് ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഈ 40 എന്ന് കാണിച്ചത്. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് തെറ്റിയതാണോ, അല്ലെങ്കിൽ ഇതിനി നമ്മൾ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും ഡെലിവറി ചാർജ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 40 രൂപയ്ക്കൊക്കെ പ്രൊഡക്റ്റ് ഈ മീഷോന്ന് കിട്ടും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. 100 രൂപയിൽ താഴെ അങ്ങനെ അത്രയും റേറ്റ് കുറവിലേ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് കൊള്ളായിരുന്നു. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് മീഷോ മാമന് പറ്റിയ വലിയ തെറ്റാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ 2 സെറ്റില്ലേ, വലിയ 2 സെറ്റാണ് ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ പൗഡറും കൂടെ എനിക്ക് അതിൻ്റെ കൂടെ കിട്ടി. അതും വെറും 212 രൂപ, 212 13 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അത്രയും റേറ്റിനാണ് ഇത് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നോക്കിക്കുക, 195 രൂപയാണ് ഈ ഒരു സോപ്പും വലിയ പൗഡറും കൂടെ. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിന് 195 തന്നെയാണ്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് ഈ സോപ്പ് കിട്ടുന്നത്. പിന്നെ എക്സ്ട്രാ ഇത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതെന്താണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് ഉള്ളതായിരിക്കും. ഹിമാലയയുടെ ആണ്, ഒറിജിനലാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഇത് ഡേറ്റ് കഴിയാനെങ്ങാനും ആയതാണോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തന്നെ അപ്പോൾ ഡേറ്റ് നോക്കി. അപ്പം ഞാൻ വീണ്ടും ഞെട്ടി. കാരണം 2027 വരെ ആയിരുന്നു അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പാക്കിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. പിന്നെ ഇത്രയും പ്രൊഡക്റ്റ് ഈ ഒരു റേറ്റിൽ കൊടുക്കണത് അവർക്ക് എന്ത് ലാഭമാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തായാലും നല്ല ലാഭമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണത്തിന് 195 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണമല്ലോ ഈ ഒരു സെറ്റ്. അപ്പോൾ എന്തായാലും ഇതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി, നല്ലൊരു ഇതാണ്. അതെ, ഓക്കെ. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടോ കേട്ടോ, നമുക്കത് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതെല്ലാം ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.